നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൻ ഒരുത്തനാ തൊലച്ചത്, എൻ്റെ കുടുംബത്ത് കയറി പോകരുത്. വെള്ളാപ്പള്ളിയെ ആട്ടി ഇറക്കി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയയിൽ വെള്ളാപ്പള്ളിക്കും പിണറായിക്കും ട്രോളോട് ട്രോളാണ്. ജമ്പനും തുമ്പനും തല്ലിപ്പിരിഞ്ഞു എന്നാണ് കട്ടപ്പരിഹാസം. നമ്മൾ കരുതി പിണറായിയാണ് ഏറ്റവും വലിയ മാൻഡ്രേക്കെന്ന്. തെറ്റിപ്പോയി. അതിനെയും കടത്തിവെട്ടുന്ന മാൻഡ്രേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി എന്ന് ഇപ്പോൾ നടേശനെ കത്തിച്ച് സൈബറിടം ട്രോളിന്റെ പെരുമഴയാണ്. CPMകാർ ഉൾപ്പെടെ നടേശൻ പിണറായി കോംബോ കാറി തുപ്പുകയാണ്. ഈ രണ്ട് ഐറ്റങ്ങളാണ് പാർട്ടിയെ തോൽപ്പിച്ചതെന്ന് സഖാക്കൾ പൊട്ടിത്തെറിക്കുന്നു. സാധാരണ പിണറായി ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ കൈ ഉയർത്തിപ്പിടിച്ച് പിന്തുണ പ്രഖ്യാപിച്ചാൽ അവർ തോറ്റ തുന്നം പാടുന്നതാണ് പതിവ്. പക്ഷേ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായിയുടെ കൈ നടേശനൊന്ന് പൊക്കിപ്പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് 8 നിലയിൽ പൊട്ടുന്ന പിണറായി കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ അയ്യപ്പ ശാപമാണോ, നടേശൻ വെച്ച പണിയാണോ? പാർട്ടി ക്ലാസ്സിലെ ഉത്തമന്മാർ ക്യാപ്സൂളിന് മോങ്ങുകയാണ്. നടേശന്റെ എല്ലില്ലാത്ത നാവടക്കാൻ കഴിയാത്തതിന്റെ എല്ലാ തിരിച്ചടിയും പിണറായിക്ക് കിട്ടി. പിണറായി അങ്ങ് തലയിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശനെ. ഇഴവ വോട്ട് മുഴുവൻ പെട്ടിയിലായി എന്ന മനക്കോട്ടയും കെട്ടി. തേകടക്കുന്നു. പെട്ടിയും പൊട്ടി, നടേശനും പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിച്ച് ഹിന്ദു വോട്ടുകൾ ചോർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ബോധം വന്നപ്പോൾ പേടിച്ച് വിറച്ച് പിന്നീട് അടവ് മാറ്റി ചവിട്ടി. പിന്നെ ഹിന്ദു വോട്ട് പിടിക്കാൻ ഹൈന്ദവരെ സുഖിപ്പിക്കാൻ നോക്കി. അതിൻ്റെ ഒരു റിഹേഴ്സൽ ആയിരുന്നല്ലോ ആഗോള അയ്യപ്പ സംഗമമൊക്കെ. പക്ഷേ 8 നിലയിലാണ് തിരിച്ചു കിട്ടിയത്. അതിന് കുറുക്ക് വഴി നോക്കി നടേശനെയും സുകുമാരനെയും പിണറായി കൂട്ടുപിടിച്ചു. അതോടെ മുസ്ലിം സംഘടനകൾ ഇടഞ്ഞു. ഒടുക്ക ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ചോർന്ന് നെടുകെ പിളർന്ന് പിണറായി വെള്ളത്തിൽ വീണു. നടേശൻ തുടരെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടും പിണറായി എതിർക്കാൻ തയ്യാറായില്ല. ലീഗിനെയും UDFനെയും നടേശൻ തുടരെ തെറി പറഞ്ഞു. പിണറായി ചിരിച്ചോണ്ട് നിന്നു. എല്ലാത്തിനും കൂടി ജനം പതിപ്പിച്ചങ്ങ് കൊടുത്തു. കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. നടേശനും സുകുമാരനും പിണറായിക്കൊപ്പം ചേർന്ന് നിരന്തരം VD സതീശനെ ടാർഗറ്റ് ചെയ്തു. ഇതോടെ കേരളത്തിന്റെ പൊതുബോധം സതീശനിലേക്കും UDFിലേക്കും ചാഞ്ഞു. സമുദായ നേതാക്കളെ കണ്ടാൽ കൈ കൊടുക്കാം, ഇരിക്കാം, പക്ഷേ കിടക്കാൻ നിൽക്കരുതെന്ന് സതീശൻ പച്ചയ്ക്ക് വിമർശിച്ചത് പിണറായിക്കിട്ടുള്ള കുത്തായിരുന്നു. അതായത് സമുദായ സംഘടനാ നേതാക്കളെ കാണുമ്പോൾ പിണറായി അങ്ങ് കിടക്കാൻ പോകും എന്ന് പച്ചയ്ക്ക് പറയുകയായിരുന്നു. പെരുന്നയിലേക്കും SNDP ആസ്ഥാനത്തേക്കും നിരന്തരം തിണ്ണ നിരങ്ങാൻ പിണറായി ആൾക്കാരെ വിട്ടുകൊണ്ടേയിരുന്നു. ഇക്കുറി ഇടതുപക്ഷത്തിന്റെ പടുതോൽവിക്ക് നടേശൻ വലിയ കാരണക്കാരനാണ്. നടേശനെ നിർത്തേണ്ടടുത്ത് പിണറായി നിർത്തണമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പകരം സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കുന്നു, കയ്യും പിടിച്ച് നടക്കുന്നു. ജമ്മനും തുമ്പനും കളിയായിരുന്നു രണ്ടുപേരും കൂടി. എന്നിട്ട് എന്തായി? ഇപ്പോൾ നടേശൻ കൈകഴുകിയിരിക്കുകയാണ്. തോൽവിയുടെ എല്ലാ കാരണങ്ങളും പിണറായി അങ്ങ് ഏറ്റെടുത്തോളാൻ നടേശൻ പറയുകയാണ്. ഈ നമ്പനെ നമ്പിനാൽ ഊഞ്ഞാലാണ് എന്ന് ചില ട്രോളുകളുണ്ടല്ലോ, ആ അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. നടേശനെയും സുകുമാരനെയും കൂടെ നിർത്തിയാൽ ഈഴവ നായർ വോട്ട് പെട്ടിയിലേക്ക് ഒഴുകും എന്ന പിണറായിയുടെ കണക്കുകൂട്ടലാണ് പിഴച്ചത്. സുകുമാരനോ നടേശനോ പറഞ്ഞാൽ വോട്ട് കുത്താൻ നിൽക്കുന്നവരല്ല ഈഴവ നായന്മാർ. ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് തന്നെ മടുത്തിരിക്കുകയാണ് നായന്മാരും ഈഴവരും. അപ്പോഴാണ് നടേശനെയും സുകുമാരനെയും പിണറായി എടുത്ത് തോളത്ത് വെച്ചത്. CPMന്റെ ഹൈന്ദവ വോട്ടുകൾ പെട്ടിയിലാക്കുന്നത് UDF അല്ല, അത് BJP ആണ്. BJPയിലേക്ക് വലിയ തോതിലാണ് ഈഴവ നായർ വോട്ടുകൾ, അതായത് CPMന്റെ പരമ്പരാഗത വോട്ടുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കാതെ കൈവിട്ട കളിയാണ് കളിച്ചത്. ആരെയും പ്രീണിപ്പിക്കാൻ നിൽക്കേണ്ടതില്ലായിരുന്നു. ഒരു സർക്കാർ ആ സർക്കാരിന്റെ ജോലി എടുത്താൽ മതിയായിരുന്നു. അല്ലാതെ ആരെയും കാണുമ്പോൾ ഇരിക്കാനും കിടക്കാനും നിൽക്കാൻ പോയത് കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ഇത് UDFന് ഒരു മാതൃകയാണ്. കാരണം ഇത് കണ്ട് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങളും ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ എല്ലാവരും കൂടി എടുത്തിട്ട് പൊതിക്കും. പിണറായി വിജയനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടേശൻ വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്നും വെള്ളാപ്പള്ളിയുടെ പിന്തുണ തിരിച്ചടിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നത്. ഈ സമയം അത്രയും പിണറായി തലയും കുനിച്ചിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ പരാമർശങ്ങൾ എതിരാളികളുടെ പ്രചാരണങ്ങൾ കാക്കം കൂട്ടിയെന്നും നേതാക്കൾ യോഗത്തിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ടായെന്നാണ് യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വിമർശനങ്ങൾ അത്രയും ഉയർന്നത്. വർഗീയ പരാമർശങ്ങളിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തള്ളിപ്പറയാത്തത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നാണ് നേതാക്കൾ പറഞ്ഞത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ
അടിക്കടി വിവാദ പ്രസ്താവനകൾ നടത്തിയപ്പോഴും അന്നൊന്നും മിണ്ടാതിരുന്ന നേതാക്കളാണ് ഇപ്പോൾ പിണറായി വിജയനെ അടക്കം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുകുമാരന്റെയും ഒക്കെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റി എന്നുള്ളതാണ് വാസ്തവം. പിണറായിയെ അടപടലം തോൽപ്പിച്ചിട്ട് ഇപ്പോൾ പൂർണ്ണമായും കൈ കഴുകി രക്ഷപ്പെട്ടിരിക്കുകയാണ് നടേശൻ. ഇടത് തോറ്റതിന് ഞാൻ എന്ത് ചെയ്തെന്നാണ് നടേശന്റെ ചോദ്യം. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് CPIM തീരുമാനിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞത് എൻ്റെ ആഗ്രഹമായിരുന്നു. ചെത്തുകാരൻ്റെ മകൻ എന്ന് പറഞ്ഞത് അന്തസ്സോടെയാണ്. അദ്ദേഹം ഇനിയും ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭരണത്തിൻ്റെ മുഴുവൻ പരാജയവും അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാനാണ് നോക്കുന്നത്. പിണറായി വിജയൻ മിടുക്കനും കരുത്തനുമാണ്. ഓഫീസിലുള്ളവർ അദ്ദേഹത്തെ കൂട്ടിലിട്ട തത്തയെ പോലെ ഇരുത്തി. ഓഫീസാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം. അദ്ദേഹം അറിയാതെ ഒരു കൂട്ടർ ആഭ്യന്തരമന്ത്രി ഭരണം നടത്തി. പിണറായി കുറ്റക്കാരൻ എന്ന് പറയുന്നത് നന്ദിയില്ലായ്മയാണ്. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രതിഭയെ തോൽപ്പിച്ചത് താനാണെങ്കിൽ അതൊരു പൊൻതൂവലാണെന്നും പാവപ്പെട്ട ചിത്തരഞ്ജൻ പോലും തോറ്റുപോയില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. പ്രതിഭയുടെ മകൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുമ്പോൾ ഓർക്കണമായിരുന്നു. പ്രതിസ്ഥാനത്ത് നിന്ന് മകൻ എങ്ങനെയാണ് മാറിയത്? എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടിയപ്പോൾ ജനം വെച്ചങ്ങ് താങ്ങി. അവരവരുടെ പിടിപ്പുകേടും കഴിവുകേടും മറച്ചുവെക്കാൻ അങ്ങനെ പലതും പറയും. നന്മയുണ്ടായാൽ അവിടെയും തിന്മയുണ്ടായാൽ വെള്ളാപ്പള്ളിയുടെ തലയിലും വെക്കരുത്. മാത്യു കുഴൽനാടനോട് ലീഗ് എന്താണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. അഭിപ്രായം പറഞ്ഞതിന് ഫ്ലെക്സിൽ നിന്നും പെടലി വെട്ടിയെന്നും കുഴൽനാടൻ ചെറിയ ആളല്ലെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു. ലീഗ് തന്നെ വേട്ടയാടുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണങ്ങളും വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളും നീളുകയാണ്. വെള്ളാപ്പള്ളി പറയുന്നത് ഇടതിന്റെ തോൽവിക്ക് താൻ ഒരു കാരണക്കാരനെ അല്ല, പിണറായി എന്നും തൻ്റെ ചങ്ങാതി ആയിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ ഇനി നടേശനെ കണ്ടുപോയേക്കരുതെന്ന നിലപാടിലേക്ക് പിണറായി എത്തിയിരിക്കുകയാണ്. കാരണം പിണറായിക്ക് ഇതിലും വലിയ അടി വേറൊരിടത്തുനിന്നും കിട്ടാനില്ല, കിട്ടിയിട്ടുമില്ല. നടേശനെ ചേർത്ത് പിടിച്ചതിനും സ്റ്റേറ്റ് കാറിൽ കൊണ്ട് ഇറക്കിയതിനും നല്ല ഒന്നാം തരമായിട്ട് ഭേഷായിട്ട് പിണറായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിണറായി കണക്ക് കൂട്ടിയതെല്ലാം ഇക്കുറി പിഴച്ചു എന്നുള്ളത് വ്യക്തമാകുകയാണ്. UDFന്റെ കാര്യങ്ങളിലും വെള്ളാപ്പള്ളി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനാണെന്നും അത് അവർ തന്നെ തീരുമാനിക്കുന്നതാണ് ജനാധിപത്യ മര്യാദയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പരിഗണനയിലുള്ള 3 പേരും ഒരുപോലെ യോഗ്യരാണെന്നും ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രി വന്നാൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ഇനി എന്ത് നടക്കുമെന്ന് കണ്ടറിയണമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ SNDPക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യില്ല എന്നും ആര് വന്നാലും പോയാലും തനിക്കൊരു ചുക്കുമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആലപ്പുഴയിൽ മിടുക്കരായ എത്ര പേരാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രി വന്നാൽ വളരെയധികം സന്തോഷം. ആലപ്പുഴയ്ക്ക് പരിഗണന നൽകിയാൽ നല്ലത്. കേരളത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. വഴിയെ നമുക്കതൊക്കെ കണ്ടു തന്നെ അറിയണം. അവർ ഒത്തുപറയുന്ന ഒരാളായിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി എന്നാണ് അവരുടെ നിലപാട്. മുസ്ലിം ലീഗ് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കാൻ സതീശൻ തയ്യാറാണ്. സതീശൻ മുഖ്യമന്ത്രിയായാൽ എൻ്റെ രോമത്തിൽ തൊടുമോ? അവരുടെ കൊച്ച് അവരുടെ കുളം, അതിലാര് വീണ് ചത്താലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ കണക്ക് കൂട്ടലും പിഴച്ചു. കാരണം പിണറായി തന്നെ എത്തും എന്നായിരുന്നു ഭയങ്കര ഒരു കണക്ക് കൂട്ടലിരുന്നതാണ്. പക്ഷേ ആ കണക്ക് കൂട്ടലെല്ലാം ജനം അങ്ങ് തെറ്റിച്ച് കയ്യിൽ കൊടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.